എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടപ്രഥമൻ ഉണ്ടാക്കാം കേട്ടോ. അത് ശർക്കരയും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അട ആദ്യം തന്നെ നമ്മൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ടൊന്ന് സോക്ക് ചെയ്യാൻ വെക്കുക. അപ്പോൾ അത് നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതിന് ശേഷം തേങ്ങ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ തേങ്ങാപ്പാൽ, ഒന്നാം പാല്, രണ്ടാം പാല്, മൂന്നാം പാല്, അങ്ങനെ 3 പാല് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 1/2 കിലോൻ്റെ അടയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരു 8 തേങ്ങയുടെ ചിരവിയിട്ടുള്ള തേങ്ങയുടെ പാലൊക്കെ എടുക്കേണ്ടി വരും കേട്ടോ. അപ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് വരുള്ളൂ. അല്ലെങ്കിൽ ശർക്കരയുടെ മധുരമാണ് നമുക്ക് കൂടി നിൽക്കുക. പിന്നെ ഒരു 1.5-1.25 കിലോളം ശർക്കരയും വേണ്ടി വരും. അങ്ങനെ നമ്മളിതാ 3 സെക്ഷനായിട്ട് ഒന്നാം പാല്, രണ്ടാം പാല്, മൂന്നാം പാല് നമ്മൾ മാറ്റി വെക്കണം. മൂന്നാം പാലിലാണ് നമ്മൾ പിന്നെ അട വേവാൻ വെക്കണത് കേട്ടോ. കുറച്ച് ഒന്ന് സോഫ്റ്റായിട്ടുണ്ട് നമ്മൾ പാക്കറ്റ് മേടിക്കണ അട. അതിന് ശേഷം പിന്നെ വേവ് അത്ര തന്നെ ഉള്ളൂ, വേഗം ആയി കിട്ടും. പക്ഷേ നമ്മൾ അധികം വെള്ളം ഉപയോഗിക്കരുത്. അതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി അപ്പോൾ നമ്മൾ അടുപ്പിൽ തന്നെയാണ് ഉണ്ടാക്കണത്. അതിന് ടേസ്റ്റ് കൂടും, ഒന്നും കൂടി ഗ്യാസിൽ വെക്കണേക്കാളും ടേസ്റ്റ് കൂടും. അപ്പോൾ അത് നമ്മൾ തറവാട്ടിലാണ് ഉണ്ടാക്കണം കേട്ടോ. ഉണ്ടാക്കണ ആളും ഞാനല്ല, ഒരു ചേച്ചി ഉണ്ട്, ആ ചേച്ചിയാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തു എന്ന് മാത്രം. അങ്ങനെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ മൂന്നാം പാലിൽ അതൊന്ന് ജസ്റ്റ് സോഫ്റ്റായി വന്നതിന് ശേഷം അതിലേക്ക് വേണ്ട ശർക്കര ഇട്ടിട്ടുണ്ട് മധുരത്തിനനുസരിച്ച്. അപ്പോൾ ഇപ്പോഴത്തെ ശർക്കരയുടെ അച്ചൊക്കെ ഭയങ്കര വലുതല്ലേ, അപ്പോൾ അച്ചിൻ്റെ കണക്ക് നോക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു 1.5 കിലോ 1.25 കിലോളം ശർക്കര ഇട്ടിട്ട് പിന്നെ അത് അലിഞ്ഞ് വരണമല്ലോ. ഈ ശർക്കര ഇടുമ്പോഴേക്ക് ഒന്ന് അത് ഹാർഡായി വരും. ഒന്ന് വെന്ത് നല്ല വെന്തു എന്ന് വിചാരിക്കേണ്ട. ഒന്ന് ശർക്കര ഇടുമ്പോഴേക്ക് ഒന്ന് ബലം വരും കേട്ടോ നമ്മുടെ അടയ്ക്ക്. അതിന് ശേഷം ഇളക്കിക്കൊണ്ടിരിക്കുക, അടി പിടിക്കരുത്. അടുപ്പും കൂടി ആകുമ്പോൾ ഒന്നും കൂടി സൂക്ഷിക്കണം. എന്നുവെച്ചാൽ വിറകടുപ്പാവുമ്പോൾ അറിയാലോ, നല്ല ചൂടുണ്ടാവും. അതിന് ശേഷം ഇളക്കിക്കൊണ്ടിരിക്കുക. ശർക്കര നന്നായി എല്ലാം ഉരുകി ഇതായി വരുന്ന സമയത്ത് പിന്നെ രണ്ടാം പാല് ഒഴിക്കാനായി നമ്മൾ ഒന്നാം പാല് ഏറ്റവും ലാസ്റ്റാണ് ഒഴിക്കുക. ഒന്നാം പാല് ഏറ്റവും തിക്കായിട്ടുള്ള പാലാണ്. ആ പാൽ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കരുത്. അപ്പോൾ അത് ഇങ്ങനെ പെരഞ്ഞി പോലെ ഇങ്ങനെ പൊട്ടി പോലെ വരും. അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കരുത്, പിന്നെ വാങ്ങുകയാണ് ചെയ്യുക. അപ്പോൾ ഒരുവിധം എല്ലാവർക്കൊക്കെ അറിയുന്നുണ്ടാവും. ഞാനങ്ങനെ ഓരോ ടിപ്സ് പറയണത് നമ്മൾ ഷെയർ ചെയ്യണമല്ലോ. പിന്നെ ഇതിൽ ഒരു ടിപ്പ് പറഞ്ഞത് എന്താ വെച്ചാൽ നമുക്ക് ഇതിന് തിക്ക് കൂട്ടാം. ഇതപ്പോൾ ഒഴിച്ചില്ലേ, ഇതെന്താ അറിയോ, ഇത് കുറച്ച് നമ്മൾ അരിയുടെ പൊടി ഉണ്ടല്ലോ, അരിപ്പൊടി കുറച്ച് വെള്ളത്തിൽ നമ്മൾ ഒന്ന് കലക്കിയെടുക്കുക. അപ്പോൾ നമ്മളുടെ ഈ പായസത്തിനൊരു തിക്നെസ് വരും. അല്ലെങ്കിൽ വെറും തേങ്ങാപ്പാലാവുമ്പോൾ ആ തിക്നെസ് വരില്ല. അപ്പോൾ കുറച്ച് അരിപ്പൊടി, ഒരു 2 കൈ അരിപ്പൊടി എടുത്തിട്ട് ഒന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് അത് ഒഴിക്കുക. അപ്പോൾ അതാ രണ്ടാം പാൽ ഒഴിച്ചു. അതിന് ശേഷം ഇതാ ഒന്നാം പാൽ ഒഴിച്ചിട്ട് വാങ്ങിയതിന് ശേഷം ഇതിലേക്ക് ബട്ടർ ഇട്ടുന്നുണ്ട്. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടിയോ എന്ത് വേണിച്ചാൽ ചേർക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായം പറയൂ. ഓക്കെ, താങ്ക് യു.